ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ഏതാണ്? റെക്റ്റാങ്കിൾ മാത്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളായിട്ട് നോക്കാം അല്ലേ. സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. സം ചിൽഡ്രൻ ആർ മേക്കിംഗ് റെക്റ്റാങ്കിൾസ് ബൈ ജോയിനിങ് സ്മോൾ സ്ക്വയേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് കുട്ടികൾ ഇവിടെ ചെറിയ സ്ക്വയേഴ്സ് വെച്ചിട്ട് റെക്റ്റാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിൾസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾസ് ആണെന്ന് മനസ്സിലാകുന്നത്? രണ്ട് സൈഡ്സ് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്താകുന്നത് മനസ്സിലാക്കുന്നത്? റെക്റ്റാങ്കിൾ ആണ് മനസ്സിലാക്കുന്നത്. ഓൾ സ്മോൾ സ്ക്വയേഴ്സ് ഹാവ് സൈഡ്സ് ഓഫ് 1 cm. ക്യാൻ യു റൈറ്റ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഓൾ ദ റെക്റ്റാങ്കിൾ ഇൻ ദ പിക്ചർ? അപ്പോൾ ഇവിടെ ഒരു പിക്ചറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ജസ്റ്റ് രണ്ട് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചെറിയ സ്ക്വയർ വെച്ചിട്ടാണ് ഇവർ എന്ത് നിർമ്മിച്ചേക്കുന്നത്? റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. അപ്പോൾ ചെറിയ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇത് 1 cm ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 ആണ്. ഇതും എത്രയാണ്? 1 ആണ്. ഇതും എത്ര തന്നെയായിരിക്കും? 1 cm ആയിരിക്കും അല്ലേ. അപ്പോൾ ഫസ്റ്റ് വണ് ഇതിൻ്റെ നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ ഇതിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഇവിടുന്ന് ഇവിടം 1 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും 1, ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയായിരിക്കും? വീണ്ടും 1 അല്ലേ. ഇത് 1 cm, ഇതും വീണ്ടും എത്രയാണ്? 1 cm. അപ്പോൾ ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ ആണ് വിഡ്ത്ത് എന്നറിയപ്പെടുന്നത്? 3 cm ആണ്. ഇനി നോക്കിക്കേ, ഈ ഭാഗവും 1 cm ആണ്, ഈ ഭാഗവും എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 cm ആണ്. 1 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും? 2 cm. മുകൾ ഭാഗത്ത് എത്രയായിരിക്കും? 3 cm. ഇവിടെയും എന്താണ്? തുല്യമാണ്. ഇവിടെയും എന്താണ്? ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യമാണ്. ഇനിയാണ് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഫൈൻഡ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ എങ്ങനെ ഫസ്റ്റ് വണ്ണിനെ എങ്ങനെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. ഇവിടെ എത്ര രണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6. അപ്പോൾ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 cm ആണ്. ഇനി നെക്സ്റ്റ് അടുത്തത് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ. ഹൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഹൈറ്റ് ഈ ഉയരം നോക്കിയാൽ മതി. ഇതാണ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. അത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 1 cm ആയിരിക്കും. നെക്സ്റ്റ് അടുത്തതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ നമ്മുടെ വക നോക്കാം. 1 2 3 ആണ് വിഡ്ത്ത്. ശരിയാണല്ലേ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? 1 2 അല്ലേ. 2 ആണ് അതിൻ്റെ ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, അടുത്ത എത്രയൊക്കെയാണ് വരുന്നത്? 1 2 3 അല്ലേ. അപ്പോൾ എത്രയാണ്? വിഡ്ത്ത് എന്നറിയപ്പെടുന്നത് 3 ആണ്. ഹൈറ്റ് നോക്കിക്കേ, 1 2 3 അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 cm ആണ് കേട്ടോ. ഇത് എത്ര തന്നെയാണ്? 3 cm ആണ്. അടുത്ത നോക്കിയാലോ. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പോൾ എത്രയാണ്? 9 cm ആണ് കേട്ടോ. അടുത്ത അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 cm ആണ്. അടുത്ത് നോക്കിയാലോ. 1 2 3 4 cm ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 2 3 ആണ് അല്ലേ. 3 cm ആണ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ എങ്ങനെയാണ് വരുന്നത്? 1 2 3 4 5 6 cm ആണ് വിഡ്ത്ത് എന്നല്ലേ. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 2 ആണ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് അടുത്ത് എത്രയാണ്? 1 2 3 അല്ലേ. 3 4 5 6 7 8 9 10 11 12. അപ്പോൾ 12 cm ആണ് വിഡ്ത്ത് എന്നറിയപ്പെടുന്നത്. ഹൈറ്റ് എത്രയാണ്? 1 cm ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 1 cm ആണ്. സിമ്പിളായിട്ട് ഹൈറ്റും അതേപോലെ വിഡ്ത്തും കണ്ടുപിടിക്കുക അല്ലേ. അടുത്തത് മെഷറിങ് ബൗണ്ടറീസ്. നമുക്കിതിൻ്റെ ബൗണ്ടറീസ് ഒന്ന് മെഷർ ചെയ്യണം. അപ്പോൾ എന്താ പറഞ്ഞിരുന്നത്? ദ ചിൽഡ്രൻ ഹാവ് ഓൾസോ pasted color threads along the edge of each rectangle they have made. What is the length of the thread required to paste around the first rectangle? അപ്പോൾ ഈ റെക്റ്റാങ്കിൾ മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നൂല് ആവശ്യമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര നൂല് ആവശ്യമാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ സൈഡ്സ് എല്ലാം കൂടെ അങ്ങോട്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ആണ്? 1 cm. ഇനി മുകൾ ഭാഗത്ത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 cm. താഴ്ഭാഗത്ത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 6. ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങ് ആഡ് ചെയ്താൽ മതി. 6 + 1 + 6 + 1. കണ്ടോ? ഒന്നെങ്കിൽ ഈ 2 6 കൂടെ ഇട്ട് ആഡ് ചെയ്യുക, ഇത് രണ്ടും കൂടെ 1 + 1 ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ എന്ന് കിട്ടുന്നത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 cm എന്ന് കിട്ടും.
റെഡിയാണോ? അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിമീറ്റർ എന്നാണ്. റെക്റ്റാങ്കിളിന് എന്താ വിളിക്കുന്നത്? പെരിമീറ്റർ. ഈ റെക്റ്റാങ്കിളിൻ്റെ ചുറ്റുമുള്ള എല്ലാ സൈഡ്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടും കേട്ടോ. ദിസ് ലെങ്ത് ടേക്കൺ അറൗണ്ട് ദ റെക്റ്റാങ്കിൾസ് ഈസ് കോൾഡ് ഇറ്റ്സ് പെരിമീറ്റർ. അപ്പോൾ ഇതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? പെരിമീറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നേരത്തെ തന്നെ ടേബിളിൻ്റെ പെരിമീറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ കണക്കാക്കാൻ സിമ്പിളാണ്. എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഇവിടെ വിഡ്ത്തും അതേപോലെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ വിഡ്ത്ത് 2 പ്രാവശ്യം എഴുതാം, ഹൈറ്റ് 2 പ്രാവശ്യം എഴുതിയിട്ട് ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം വീതം എഴുതാം. ഫസ്റ്റ് കൊണ്ട് നോക്കിയേ 14 കിട്ടുന്നുണ്ടോന്ന്? 6 പ്ലസ് വിഡ്ത്ത് 6 ആണ് അല്ലേ? 6 പ്ലസ് 1 പ്ലസ് എത്രയാണ്? 1 ആണ്. 6 6 എത്രയാണ്? 12 ആണ്. 12നോട് 1 ആഡ് ചെയ്യുമ്പോൾ 13. 13നോട് 1 ആഡ് ചെയ്ത് എത്രയാണ്? 14 അല്ലെങ്കിൽ 14 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത് എങ്ങനെയാണ് കാണുന്നത്? 3 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2 അല്ലേ? 3യും 3യും ആഡ് ചെയ്താൽ എത്രയാണ്? 6 ആണ്. 6നോട് 2 ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടും. 8നോട് 2 ആഡ് ചെയ്താൽ എത്രയാണ്? 10 ആണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 3 ആണ് അല്ലേ? അപ്പം മൊത്തം 3s ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 12 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, 12 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ 9 പ്ലസ് 9 പ്ലസ് 1 പ്ലസ് 1 അല്ലേ? 9 9നോട് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 18 ആണ്. 18നോട് 1 ആഡ് ചെയ്യുമ്പോൾ 19 ആണ് അല്ലേ? 19നോട് 1 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 20 എന്ന് കിട്ടും കേട്ടോ. അടുത്തതിലേക്ക് നോക്കിയാലോ. അടുത്ത ഏതൊക്കെയാണ്? 4ഉം 3 ആണ് അല്ലേ? വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? 4 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 3. 4ഉം 4ഉം എത്രയാണ്? 8 ആണ്. 8നോട് 3 ആഡ് ചെയ്ത് 2 3 അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 14 എന്ന് കിട്ടും അല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ 6 പ്ലസ് 6 പ്ലസ് 2 പ്ലസ് 2. ഇതും എത്ര തന്നെയാണ് വരുന്നത്? 6ഉം 6ഉം എത്രയാണ്? 12 ആണ് അല്ലേ? 12ഉം പ്ലസ് 2 എത്രയാണ്? 14 ആണ്. 14 പ്ലസ് 2 എത്രയാണ്? 14 അല്ല 16 എന്ന് വരും അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേ 12 ആണ്. 12ഉം 1ഉം ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ 12 2 പ്രാവശ്യം എഴുതി ആഡ് ചെയ്തിട്ട് പ്ലസ് എത്ര പ്രാവശ്യം 1 ആഡ് ചെയ്യണം? 2 പ്രാവശ്യം 1 ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 24ഉം 25 26 എന്ന് വരും അല്ലേ? അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് തന്നിരിക്കുന്ന വിഡ്ത്ത് 2 പ്രാവശ്യം അതേപോലെ ഹൈറ്റും 2 പ്രാവശ്യം എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണേ. ഓക്കെ, താങ്ക്